ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ബിഗ് ബോസിന്റെ വരവിനായി. റിപ്പോർട്ടുകൾ പ്രകാരം ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിക്കുക ഓഗസ്റ്റിലായിരിക്കും. പതിവിലും വൈകിയാണ് ഇത്തവണത്തെ ബിഗ് ബോസ് എത്തുന്നത്. ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിലോ രണ്ടാമത്തെ ആഴ്ചയോ തന്നെ ഷോ ആരംഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ബിഗ് ബോസ് തുടങ്ങാൻ കുറച്ച് മാസങ്ങൾ ഇനിയും ബാക്കിയുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ചർച്ചകൾ ചൂട് പിടിച്ചു കഴിഞ്ഞു. നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞത് ഇത്തവണ മോഹൻലാൽ അവതാരകനായി എത്തില്ല എന്നായിരുന്നു. എന്നാൽ ഇത്തവണയും മോഹൻലാൽ തന്നെയാകും ബിഗ് ബോസ് അവതാരകൻ. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആരൊക്കെയായിരിക്കും ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാവുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥികളെക്കുറിച്ചുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് സീസണുകളായി അറിയപ്പെടുന്ന സിനിമ സീരിയൽ താരങ്ങളെക്കാൾ ബിഗ് ബോസ് മത്സരാർത്ഥികളായി പരിഗണിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ താരങ്ങളെയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായ പലരും ബിഗ് ബോസിൽ എത്തുകയും ചെയ്തു. ഇവരൊക്കെ ഇന്ന് വലിയ താരങ്ങളാണ്. സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതരാണെങ്കിലും ബിഗ് ബോസിന്റെ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരായ പ്രേക്ഷകർക്ക് ഇവരിൽ പലരെയും പരിചയം കുറവായിരുന്നു. ഇത് തുടക്കത്തിൽ ഷോയുടെ റേറ്റിംഗിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്തവണ ഒന്ന് മാറ്റിപ്പിടിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ ആർട്ടിസ്റ്റുകളെ എത്തിക്കാനാണ് ശ്രമമെന്നാണ് യൂട്യൂബറായ രാജ് ടോക്സ് പറയുന്നത്. സിനിമാ താരം ധർമ്മജൻ ബോൾഗാട്ടിയെ കൊണ്ടുവരാനുള്ള ശ്രമം ശക്തമായി നടത്തുന്നുണ്ടെന്നാണ് രാജ് ടോക്സ് പറയുന്നത്. വരാനുള്ള സാധ്യതയും കൂടുതലാണെന്നും പറയുന്നു. നേരത്തെ അതിഥിയായി ധർമ്മജൻ ബിഗ് ബോസിൽ വന്നിരുന്നു. പല സിനിമാ താരങ്ങളെയും വിളിച്ചിട്ടുണ്ടെന്നും പറയുന്നു. വരും ദിവസങ്ങളിൽ താരങ്ങളെ തേടി വിളിയെത്തുമെന്നും രാജ് പറയുന്നു. അതേസമയം മുൻ ബിഗ് ബോസ് താരങ്ങൾ തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരത്തിന് ഏഷ്യാനെറ്റുമായോ ബിഗ് ബോസുമായോ യാതൊരു ബന്ധവുമില്ലെന്നും രാജ് ടോക്സ് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ക്രിക്കറ്റ് കളിക്കുന്നവരുടെ കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു. ഇവരാണ് കളിക്കുന്നത്, അല്ലാതെ ബിഗ് ബോസുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. മലയാളത്തിൽ 6 സീസണുകൾ പിന്നിട്ടിരിക്കുകയാണ് ബിഗ് ബോസ്. 6 സീസണിലും മോഹൻലാൽ തന്നെയായിരുന്നു അവതാരകൻ. ഇത്തവണ ഷോ വൈകിപ്പോയപ്പോൾ പലരും മോഹൻലാൽ പിന്മാറിയെന്നും സുരേഷ് ഗോപി അടക്കം പലരെയും പരിഗണിക്കുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു. എന്നാൽ മോഹൻലാൽ തന്നെയാകും ഇത്തവണയും അവതാരകനാവുക എന്നാണ് അണിയറ റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് 3, 10 തീയതികളിലാണ് ലോഞ്ചിങ് ഡേ ആയി കരുതപ്പെടുന്നത്. സാബുമോനായിരുന്നു ആദ്യ മലയാളം ബിഗ് ബോസ് വിന്നർ. രണ്ടാം സീസണിൽ ശക്തമായ മത്സരം നടന്നുവെങ്കിലും കോവിഡ് ലോക്ക്ഡൌൺ കാരണം ഷോ പൂർത്തിയായിരുന്നില്ല. മൂന്നാം സീസണിൽ നടൻ മണിക്കുട്ടനാണ് വിന്നറായത്. പിന്നീട് വന്ന സീസണിൽ നടിയും ഡാൻസറുമായ ദിൽഷ പ്രസന്നനും വിജയായി. 5ാം സീസണിലെ വിജയ് അഖിൽമാരാർ ആയിരുന്നു. അവസാന സീസണിൽ വിജയിച്ചത് ഫിറ്റ്നസ് ട്രെയിനറും ബോഡി ബിൽഡറും ഒക്കെയായ ജിൻഡോ ആയിരുന്നു. ഇത്തവണ ആരാകും ബിഗ് ബോസ് കപ്പ് ഉയർത്തുക എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ.